السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, വളരെ വലിയ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെയും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ഒരു അപകടം, ദുരന്തം നിങ്ങളുടെ പ്രദേശത്ത് സംഭവിച്ചപ്പോൾ അന്ന് തന്നെ ഇവിടെ വന്ന് നിങ്ങളെ സമാശ്വസിപ്പിക്കാനും നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനും അതിയായ ആഗ്രഹം വിനീതനായ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം, ഞാൻ കുട്ടിക്കാലം മുതലേ ആസ്മയുടെ, ശ്വാസം മുട്ടിൻ്റെ ഒരു ചെറിയ അസുഖം ഉള്ളവനാണ്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് വയനാട്ടിൽ പൊതുപരിപാടിക്ക് പോലും ക്ഷണിച്ചാൽ ഞാൻ വരാറില്ല. അപ്പോൾ വരാൻ സാധിച്ചില്ല. എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് ഈ ഭാഗത്ത് വന്ന് നിങ്ങളോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം മുസീബത്ത് സംഭവിച്ച ആളുകളുടെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാകും എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അത് കാരണത്താൽ മുസീബത്തുണ്ടാകും എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. അള്ളാഹു നൽകുന്ന ഖൈർ അത് എവിടെ, എത്ര, എങ്ങനെ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. എന്താണ് ഖൈർ എന്നും പറയാൻ കഴിയില്ല. കാരണം നാം ആരും ഈ ഭൗതിക ലോകത്തുള്ള താൽക്കാലിക ജീവിതം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ അല്ല മുഅ്മിനീങ്ങളായ ആളുകൾ. നമ്മളുടെ വിശ്വാസം ഇതൊരു ജീവിതം അല്ല എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ പ്രത്യേകം പറഞ്ഞു, ഇൽമു, നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം, ദുന്യവിയായ ജീവിതം, ലൈബുൻ വലഹുൻ വസീന, അതൊരു കളി, തമാശ, ഒരു അലങ്കാരം. വതഖാഫുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾക്കിടയിൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എനിക്കതുണ്ട്, എനിക്കിതുണ്ട് എന്നൊക്കെ പറയുന്ന സ്റ്റാറ്റസ് പറയുന്ന ചില പരിപാടികൾ. പിന്നെ എനിക്കത്ര മക്കളുണ്ട്,
എനിക്ക് ഇത്ര സ്വത്തുണ്ട് എന്നൊക്കെ പറയുന്ന പരിപാടി. കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. ഏതുപോലെ നല്ല ഒരു കർഷകൻ ഒരു കൃഷി ചെയ്താൽ അവൻ്റെ കൃഷിയിടത്തിൽ ചെന്ന് നോക്കുമ്പോൾ കൃഷിയൊക്കെ നന്നായി തഴച്ച് വളർന്ന് നല്ല കായും കനിയൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സിൽ വലിയൊരു അഭിമാനം ഇങ്ങനെ തോന്നും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് അതെല്ലാം ഉണങ്ങി ചുരുണ്ട് അങ്ങനെ പൊടിപാറി അങ്ങ് ഇല്ലാതെയാവും. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ ദുന്യവ്യായ ജീവിതം. അതൊരു താൽക്കാലികമായ സംഗതിയാണ്. അതേ സമയത്ത് ഖുർആൻ ശേഷം പറയുന്നു ഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. ഈ ജീവിതം അല്ല ജീവിതം ഈ ജീവിതത്തിന് ശേഷമുള്ളതാണ് ജീവിതം. ഈ ജീവിതം ആ ജീവിതത്തിലേക്കുള്ള ഒരു റൂട്ട് മാത്രമാണ്, യാത്ര മാത്രമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൻ ഫിൻ ദുനിയാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ഒരു യാത്രക്കാരനാണ്. അങ്ങനെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. യാത്രയിൽ പല പ്രയാസങ്ങളും സംഭവിക്കുകയും പലപ്പോഴും സന്തോഷം ഉണ്ടാവുകയും രണ്ടും സ്വാഭാവികമാണ്. ഇതൊരു യാത്രയിലാണ് നാം, ഒരു നീണ്ട ജീവിതത്തിലേക്കുള്ള യാത്ര. അത് എത്ര കൊല്ലത്തെ ജീവിതം? 100 വർഷമല്ല, 100 കോടി വർഷമല്ല, കോടി 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 എത്ര കാലം പറഞ്ഞാലും തീരൂല, പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. അത്രയും കോടിക്കണക്കിന് വർഷം ജീവിക്കാനുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഭൗതികമായ ലോകത്തെ ജീവിതം. അള്ളാഹു പറയാണ് ഫിൽ ആഖിറത്തി, പാരത്രിക ലോകത്ത് 2 വിഭാഗമുണ്ട്. അദാബുൻ ശദീദ്, കടുത്ത ശിക്ഷ കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പൊറുക്കലും അവൻ്റെ തൃപ്തിയും കിട്ടുന്ന ഒരു വിഭാഗവും ഉണ്ട്. ഇത് രണ്ടും പാരത്രിക ലോകത്ത് അള്ളാഹു കൊടുക്കുന്ന സംഗതിയാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവിലെ ജീവിതം ഒരു താൽക്കാലികമായ സുഖവും താൽക്കാലികമായ ഒരു ചതിയും മാത്രമാണ്. ഇത് നിലനിൽക്കുന്നതല്ല. ഇത് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് മുസ്ലിമീങ്ങളായ നാം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം 100% ശരിയാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ യഥാർത്ഥ മുഅ്മിൻ ആവില്ല. മറിച്ച് ശരിയായ ഒരു വിശ്വാസി എന്ന് പറയുന്നത് യാതൊരു സംശയവും ഇല്ലാതെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് മുഴുവനും സത്യമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവർ, അവരാണല്ലോ യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹു നമ്മെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ ഭൗതികമായ ലോകത്തെ അല്ലാഹു വളരെ ചെറിയ ഒരു സംഗതിയായിട്ടാണ് പറയുന്നത്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ. പലർക്കും പലതും നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഞാനും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സ് വീണ്ടും വേദനിപ്പിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അതിങ്ങനെ ഒരു മരിച്ച വീട്ടിൽ പോയി, ആ മരിച്ച വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ, ആ മരിച്ച ആളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അയാൾ മരിച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളെ മനസ്സിലും വേദന ഇങ്ങനെ കൂടുകയല്ല ചെയ്യുക. നേരെ മറിച്ച് അദ്ദേഹത്തിന് നമ്മളും മരിച്ചു പോകും. എൻ്റെ ബാപ്പ മുമ്പ് മരിച്ചു പോയിന്, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ മരിച്ചു പോയിന്, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. എപ്പോൾ മരിക്കുക എന്നറിയില്ല, നമുക്കൊക്കെ അങ്ങോട്ടാണ് പോകാനുള്ളത്. അതന്നെയല്ലേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്നവർ. ആരാ ഇവിടെ നിലനിൽക്കുന്നവർ? എല്ലാവരും പോകുന്നവർ തന്നെയാണ്. എല്ലാവരും അള്ളാഹുലേക്ക് പോകുന്നവരാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മനസ്സിന് വീണ്ടും മുറിവും വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന വാചകങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് മനസ്സിന് മനക്കരുത്തുള്ളത് പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത് എന്നെ ഒരാൾ വിളിച്ച് ഫോൺ ചെയ്തിട്ട്, മകള് നല്ല ഒരു ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്, പക്ഷേ മകളുടെ ശരീരത്തിൽ ചെറിയ ഒരു വെളുപ്പ്. ആ വെളുപ്പ് കാരണത്താൽ അവളെ ഭർത്താവ് ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കി, രണ്ടിലൊന്നാണ് പറഞ്ഞത്. വല്ലാത്ത ടെൻഷനുണ്ട് മകൾക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ മകൾക്ക് നിങ്ങൾ കേൾപ്പിക്കാൻ ഞാൻ കുറച്ച് ഉപദേശം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ സമയത്ത് നിങ്ങളെ
അങ്ങനെ ഒരു വെളുപ്പുണ്ടോ ശരീരത്തിന് വെച്ച് അതിനെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് അതൊരു പ്രശ്നമല്ലല്ലോ. ശരീരത്തിൽ കുറച്ച് വെളുപ്പുള്ളതുകൊണ്ട് എന്താ വേദനയൊന്നും ഇല്ലല്ലോ. എത്ര ഓരോ സെക്കൻഡിലും വേദനിച്ച് പൊളയുന്ന എത്ര മനുഷ്യന്മാരുടെ. അതേപോലെ തന്നെ എപ്പോഴും മനസ്സ് വേദനിച്ച് ശരീരവും വേദനിച്ച് ഒന്ന് ഈ ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നിപ്പോകുമാറ് വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ എന്ന് തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പിൽ സംസാരിച്ച് വിട്ടുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാൾ വലിയൊരു ഉപദേശം വേറെ കിട്ടാനില്ല എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും അന്തുറ ഇലാ മൻഹുവ ദൂനി ഇലാ അന്തുറ ഇലാ മൻഹുവ ഫൗഖി, നമ്മളെപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുതെന്നാ നിർദ്ദേശം. കാരണം താഴെയുള്ളവരിലേക്ക് നോക്കിയാലേ അള്ളാഹ് നമുക്ക് ഇത് നിഅമത്തിനെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുള്ളൂ. പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മൾ ഉണർത്തുന്നത് ദുനിയാവിലെ ജീവിതം ഒരു ജീവിതമേ അല്ലാന്ന്. അത് വളരെ ചെറിയ ഒരു സംഗതി, നീണ്ട ജീവിതം. ആ ജീവിതത്തിൻ്റെ വിജയത്തിന് അല്ലാഹു തആല പല വഴികളും വെച്ചിട്ടുണ്ട്. ശേഷം റബ്ബ് പറയുന്നത് സാബിഖൂ, നിങ്ങൾ ഓടി വരുവീൻ, നിങ്ങൾ ഉളരി വരുവീൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും, അതിന് നിങ്ങൾ ഓടി വരുവീൻ. വജന്നത്തിൻ, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങളുണ്ട്. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള തോട്ടവും നല്ല മാളികകളും നല്ല വീടുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടത് ചെറിയ 10 സെന്റ്, 5 സെന്റ്, 25 സെന്റ്, 50 സെന്റ് ചെറിയ വീടല്ലേ, അതിനേക്കാളൊക്കെ വലുത് കിട്ടാനുണ്ട്. ആകാശഭൂമികളുടെ വിശാലതയുള്ള തോട്ടവും സ്വർഗവും മാളികയും കിട്ടാനുണ്ട്. അതാർക്കുള്ളതാ? ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുയിലും അള്ളാഹ് പറഞ്ഞയച്ച മുർസലീങ്ങളിലും വിശ്വസിച്ച ആളുകൾക്ക് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നതൊന്നുമല്ല, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് വേഗം വരുവീൻ. ഖുർആനിൽ അള്ളാഹു വീണ്ടും പറയാ ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. അത് ആർക്കും അവകാശം ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല, അള്ളാഹിന്റെ ഔദാര്യമായിട്ട് അള്ളാഹ് കൊടുക്കുകയാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു മഹത്തായ ഔദാര്യം നൽകുന്നവനാണ്. ഇത് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു അവിടെ തന്നെ പറയാണ് മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഭൂമി കുലുങ്ങലാണോ, ഉരുൾപൊട്ടലാണോ, യുദ്ധം പൊട്ടിപ്പുറപ്പെടലാണോ, അല്ലെങ്കിൽ കൊറോണ വരലാണോ, അല്ലെങ്കിൽ പ്ലേഗ് രോഗം വരലാണോ, എന്ത് സംഭവിക്കുകയാണെങ്കിലും മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും, ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും വലാ ഫി അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതൊക്കെ ഇവിടെ നടപ്പാക്കുന്നവൻ അല്ലാഹുവാണ്. അതിനു മുമ്പ് അത് നേരത്തെ എഴുതി രേഖപ്പെടുത്തിയതുപോലെ നടക്കുകയാണ്. പുതുതായിട്ടൊന്നും ഇവിടെ തീരുമാനിക്കുന്നില്ല. നേരത്തെ തീരുമാനിച്ചത് തീരുമാനിച്ചതുപോലെ നടക്കുകയാണ്. ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നത്? ഇന്നദാലിക അലല്ലാഹി യസീർ, ഇത് അള്ളാഹുവിന് വളരെ സിമ്പിളാണ്. എന്തിനാണ് നിങ്ങളിത് പഠിപ്പിക്കുന്നത്? ലികൈലാ തസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹ് പറയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കരുത്. കാരണം അത് അള്ളാഹ് തീരുമാനിച്ചത് അവൻ നടപ്പാക്കുകയാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും എനിക്കതുണ്ടല്ലോ എന്ന നിലക്ക് ആരും അഹങ്കരിക്കുകയും ചെയ്യരുത്. കാരണം അത് നിന്റെ ജോറ് കൊണ്ട് കിട്ടിയതല്ല, അത് പടച്ചവന്റെ തീരുമാനം, അവൻ നടപ്പാക്കിയതാണ്. എന്തിവിടെ സംഭവിച്ചാലും ആ സംഭവിച്ചതെല്ലാം അത് പടച്ചവന്റെ തീരുമാനം നടപ്പായതാണ്. സഹോദരന്മാരെ, പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അള്ളാഹ് ശേഷം പറയാണ് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, വലിയ സ്റ്റാറ്റസ് നടിച്ച് അഹങ്കരിച്ച് നടക്കുന്നവരൊന്നും അള്ളാഹു തആല ഇഷ്ടപ്പെടില്ല. വിനയാന്വിതരായി ജീവിക്കുന്നവരെ മാത്രമേ അള്ളാഹ് ഇഷ്ടപ്പെടുള്ളൂ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ആരാണ് ചൂരൽമല എന്ന നാടിനെ സൃഷ്ടിച്ചത്? ആരാണ് മുണ്ടക്കയം സൃഷ്ടിച്ചത്? ആരാണ് വയനാട് സൃഷ്ടിച്ചത്? ആരാണ് നാട് സൃഷ്ടിച്ചത്? ആരാണ് ഭൂമി സൃഷ്ടിച്ചത്? ആരാണ് ഈ വീടുകളും
എല്ലാ മാളികകളും എല്ലാം തന്നവൻ ആരാ? അതൊക്കെയും ഉണ്ടാക്കിയവൻ ഖാലിഖു കുല്ലി ഷൈ അല്ലാഹു മാത്രമാണ്. അല്ലാഹു പടച്ചതാ. ആ പടച്ച റബ്ബ് എന്തെല്ലാമാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് വേറെ ആരും അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ട്. ആ തീരുമാനത്തിന് ചില ഹിക്മത്തുകളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയെ, ആ കുട്ടിക്ക് രോഗമായി, ആ കുട്ടിക്ക് ഒരു സൂചി വെക്കേണ്ടി വന്നു. അപ്പൊ കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പോ ബാപ്പയും അമ്മാമനൊക്കെ കൂടിയിട്ട് പിടിച്ചു വെച്ച് സൂചി വെക്കാൻ വേണ്ടി പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ ചെറിയ കുട്ടിയുടെ ഉമ്മ പറയുന്നത് വേണ്ട, അവൻ കരിയാണെങ്കിൽ വെക്കണ്ട. ഉമ്മ പറയുന്നത് വെക്കണ്ട. നിങ്ങളുടെ മനസ്സെന്ത് പറയും? ഈ കുട്ടിയുടെ ഗുണം ആഗ്രഹിക്കുന്ന ആള് ഈ ഉമ്മയാണോ അല്ല പിടിച്ചു വെക്കുന്ന ബാപ്പയാണോ? ഈ കുട്ടിയുടെ നന്മ ഉദ്ദേശിക്കുന്നത് ഈ ബാപ്പയാണോ ഉമ്മയാണോ? ഉമ്മ പറയുന്നത് വേണ്ട, പോയിക്കോട്ടെ, സൂചി വെക്കണ്ട. യഥാർത്ഥത്തിൽ ഈ ഉമ്മാക്ക് കൂടുതൽ ചിന്തയില്ലാത്തത് കൊണ്ട് അവിടെ ബാഹ്യമായ ദയ മാത്രമാണ് ഉണ്ടായത്. അതേസമയത്ത് പിടിച്ചു വെച്ചു കൊടുക്കുന്ന അമ്മാമനും ബാപ്പയും അവർ കാണുന്നത് ഈ സൂചി വെച്ചാൽ അതിൻ്റെ ഗുണം ഈ കുട്ടിക്കാണ്. ഈ കുട്ടിക്കിടെ രോഗം മാറാൻ, ഈ കുട്ടി കാലകാലം അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഈ സൂചി വെക്കൽ ആവശ്യം. അതുകൊണ്ട് ഈ സൂചി വെക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ സൂചി വെക്കാൻ വേണ്ടി പിടിച്ചു വെച്ചു കൊടുക്കുന്ന ബാപ്പയോ ഒരിക്കലും കുട്ടിയുടെ എതിരാളിയോ കുട്ടിയോട് ക്രൂരത കാണിക്കുന്ന ആളോ അല്ല, മറിച്ച് കുട്ടിയോട് ദയുള്ളവനാണ്. ശേഷം നന്മ കിട്ടാൻ വേണ്ടി ആദ്യം വേദനയും ബുദ്ധിമുട്ടും നൽകുന്നു എന്നതിനാൽ അതൊരിക്കലും ആ ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ ബാപ്പയെയോ തെറ്റിദ്ധരിക്കാൻ കാരണമാകരുത്. ലോകസട്ടാവായ അള്ളാഹു നമ്മളോട് പറയാണ് ആദ്യം തന്നെ, ഇങ്ങനൊക്കെ ഇവിടെ പലതും സംഭവിക്കും, ശരീരത്തിൽ സംഭവിക്കും. കൊറോണ വന്ന് എത്ര ആളുകളാണ് മരിച്ചു പോയത്? അമേരിക്കയിൽ എവിടെ? എന്തെങ്കിലും കണ്ടുപിടുത്തം കുറഞ്ഞിട്ടൊന്നുമല്ല. അമേരിക്കയിൽ 10,000 മരിച്ചു, ഇന്ത്യയിൽ മരിച്ചു, വേറെ പല സ്ഥലത്തും മരിച്ചു. അങ്ങനെ പലരും കൊറോണ വന്ന് മരിച്ചു. തടുക്കാൻ ഒരു രാജാവിനും കഴിഞ്ഞില്ല, ഒരു ഡോക്ടർക്കും കഴിഞ്ഞില്ല. പക്ഷേ അവിടെ നമ്മൾ സമാധാനിക്കുന്നു, മോമിനീങ്ങൾ. എന്താ സമാധാനം? കൊറോണ പിടിച്ച് മരിച്ചുപോയവർക്ക് പാരത്രിക ലോകത്ത് വലിയ പ്രതിഫലം, ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം, എന്നെപ്പോലത്തെ ആളുകളൊന്നുമല്ല, നല്ല നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം. ആ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ഉണ്ടാകുന്നു. ആ പ്ലേഗ് രോഗമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഹദീസ് കിട്ടുന്നു, രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകണ്ട, അത്തരം രോഗമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട, അവിടെ ഉള്ള ആളൊന്നും ഇങ്ങോട്ടും വരണ്ട. ആ ഹദീസ് നബി തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പോക്ക് നിർത്തിവെക്കുന്നു. രണ്ടും പടച്ചവന്റെ തീരുമാനമാണ്. പക്ഷേ നമ്മളോട് കൽപ്പിച്ച പോലെ ചെയ്യണമല്ലോ, കൽപ്പിച്ചത് അങ്ങോട്ട് പോകണ്ടെന്നാ. രോഗം തരുന്നവൻ അള്ളാഹുവാണ്, സൂപ്പെടുന്ന അള്ളാഹുവാണ്. പക്ഷെ ആ രോഗത്തിൽ കുറേ ആൾ മരിക്കുന്നു. ആ മരിച്ചവർക്കൊക്കെ ഷഹീദിന്റെ കൂലി കിട്ടുന്നു. ഒരു സ്ത്രീ, എൻ്റെ നാട്ടിൽ എനിക്കറിയാം, ഒരു സ്ത്രീ എൻ്റെ കുട്ടിക്കാലത്ത് പ്രസവവേദന കിട്ടി പ്രസവിക്കുന്ന സമയത്ത് മരിച്ചുപോയി. ആ സ്ത്രീക്ക് അള്ളാഹു തആല ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുന്നു. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി എല്ലാ നിലക്കും നബി തങ്ങളെ കൂടെ നിന്ന് അങ്ങേയറ്റം പ്രവർത്തിച്ച ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പിതൃ സഹോദരനാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെടുകയും അവിടുത്തെ നെഞ്ഞു കുത്തിപ്പൊട്ടിച്ച് കരള് പിടിച്ച് പുറത്ത് വലിച്ചിട്ട് ചവച്ച് തുപ്പിക്കളയുകയും ചെയ്യുന്ന സംഭവം നബിതങ്ങളെ കാലത്ത് തന്നെ ഉണ്ടാകുന്നു. എന്തേ? ഹംസ റളിയല്ലാഹു അൻഹുവിന് സയ്യിദു ശുഹദാ, ശുഹദാക്കളെ നേതാവ് എന്ന സ്ഥാനം കൊടുക്കാൻ അല്ലാഹു തആല വെച്ചതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിയാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ വന്ന് പൊതിഞ്ഞ് കൊല്ലാൻ നോക്കുന്നു. സക്കരിയ നബി അലൈഹി സ്വലാം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവസാനം ഒരു മരം മഹാനവറുകൾക്ക് സംരക്ഷണം നൽകുന്നു. മരം ഇങ്ങനെ പിളർന്ന് നിന്നു കൊടുക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കുന്നു. മരം അങ്ങനെ തന്നെ പൊതിഞ്ഞു കളയുന്നു. പക്ഷേ ശത്രുക്കൾ ഈർച്ചവാള് വെച്ച് മുറിച്ചങ്ങോട്ട് കൊന്നുകളയുന്നു. ഇത് അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹ് പറഞ്ഞ ആളാണ്.
എന്തേ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നേരത്തെയുള്ള തീരുമാനമാണ്. മഹാനവറുകളുടെ മരണം ഇങ്ങനെയായിരിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഇസ്ലാമിൽ അമ്പിയാക്കളെ കഴിച്ചാൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തികൾ 4 ഖുലഫാഉർ റാഷിദീങ്ങളാണ്. ആ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ 3 ആളുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു. സുബ്ഹി നിസ്കാരത്തെ ഇമാമായി നിസ്കരിക്കുമ്പോൾ ബേക്കിൽ കുത്തിയിട്ട് അബൂലുഅലത്ത് എന്ന് പറയുന്ന തീവ്രവാദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്നുകളയുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പെടുത്ത് രാത്രി അത്താഴം കഴിച്ച് നോമ്പെടുത്ത് രാവിലത്തെ സമയത്ത് സുബ്ഹിയോടനുബന്ധിച്ച് ഖുർആൻ ഓതുമ്പോൾ ശത്രുക്കൾ വന്ന് തലവെട്ടാൻ നോക്കുന്നു. ഭാര്യ കരയുന്നു. കരയുമ്പോൾ പറയുന്നു, കരയണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. നബി തങ്ങൾ ഇന്നത്തെ നോമ്പ് തുറ എൻ്റെ കൂടെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോവും. ഞാൻ നോമ്പ് തുറക്ക നബി തങ്ങളുടെ കൂടെ എത്തണം, നീ കരയണ്ട. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കഴുത്ത് വെട്ടി കൊല ചെയ്യപ്പെടുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ വരുന്നു. പള്ളിയിലേക്ക് കടന്നപ്പോൾ അതേ ഖവാരിജുകളിൽപ്പെട്ട ഒരു ദുഷ്ടൻ അഥവാ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് വാദിക്കുന്ന, ശിർക്ക് ആരോപിക്കുന്ന ഖവാരിജി, ആ ഖവാരിജിൽപ്പെട്ട ഒരാൾ മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ നേതാവായ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ അലി റളിയല്ലാഹു അൻഹു തലവെട്ടി കൊന്നുകളയുന്നു. ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ഖൈബറിൽ ചെന്നിട്ട് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഖൈബറിന്റെ കൊട്ടാരത്തിന്റെ ആ കോട്ടയുടെ ആ വലിയ കട്ടിൽ കൈകൊണ്ട് പിടിച്ചു പറിച്ച ശക്തനാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ഷഹീദായി കൊല്ലപ്പെടണമെന്നാണ്. ഷഹീദായി മരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കൂടെ ഒരുപാട് അഹ്ലു ബൈത്തിൽപ്പെട്ട എത്രയോ മക്കളും കൊല്ലപ്പെടുന്നു. കർബലയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഇതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. കാരണം എന്തേ? അവർക്കൊക്കെ അതിൻ്റെ ആ വകയിൽ വലിയ സ്ഥാനം കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഈ ലോകം തന്നെ ഉണ്ടായതിന് നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളുടെ ഏറുകൊണ്ട് കാലിന്റെ തണ്ടലിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിക്കുന്നു. നബി തങ്ങളുടെ തല പൊട്ടിയിട്ട് രക്തം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിരലിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി എന്ന് വിരലിനെ സമാധാനിപ്പിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാടും വീടും വിട്ട് അങ്ങനെ എത്രയോ കിലോമീറ്റർ അകലെ പോയി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ അള്ളാന്റെ തീരുമാനം തന്നെയാണ്. മാ സാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. ഇത് മുഴുവനും നടപ്പാക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവൻ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മലക്കുകളെയും സർവ്വജനങ്ങളെയും സർവ്വ സസ്യങ്ങളെയും മത്സ്യങ്ങളെയും കടലും കരയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച പടച്ചവൻ. ആ പടച്ച റബ്ബിന് അധികാരമുണ്ടല്ലോ ഇതെങ്ങനെയാണ് നടന്നു പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഉടമസ്ഥനായ പടച്ചവന് അധികാരമില്ലേ? ആ ഉടമസ്ഥൻ അവന്റെ അധികാരപ്രകാരം അവൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിലൂടെ അവനിൽ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവനെ അംഗീകരിക്കുന്ന, അവനെ ബഹുമാനിക്കുന്ന, അവനെ ആരാധിക്കുന്ന, അവന് വണങ്ങുന്ന അടിമകൾക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നബിതങ്ങൾക്ക് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടായോ അത്രത്തോളം നബിതങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണം, ഈസാ നബി അലൈഹിസ്സലാമിന് തീരെ മക്കളില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികളില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺകുട്ടികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികളും പെൺകുട്ടികളും ജനിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ആൺകുട്ടികളും കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോകുന്നു. എന്തേ? അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അതിനെല്ലാം വലിയ പ്രതിഫലവും സ്ഥാനവും വാരിക്കോരി കൊടുക്കാനുണ്ട്. എവിടെ?
ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലുള്ള ജീവിതത്തിലല്ല, മറിച്ച് തീരാത്ത കാലം ജീവിക്കുന്ന പാരത്രിക ലോകത്ത്. അവിടെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ടെൻഷനും ഇല്ല, അവിടെ ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, എതിരാളില്ല, ശത്രുവില്ല, ഒന്നും പേടിക്കേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല, ഒരു ജലദോഷം പോലത്തെ രോഗം പോലും ഇല്ല. പിന്നെയല്ലേ ക്യാൻസറും ട്യൂമറും ഒക്കെ, ഒരു രോഗവും ഇല്ല. പിന്നെ സന്തോഷകരമായ ജീവിതം, അത് തീരാത്ത കാലം. ആ ജീവിതത്തിൽ ഒരുപാട് സമ്മാനം കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പടച്ചവൻ മുസീബത്ത് നൽകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു. അല്ലാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അത് കാരണത്താൽ മുസീബത്ത് ഉണ്ടാകും. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുതഅല്ലിമീങ്ങൾക്കൊക്കെ അറിയാം. അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹ് വിവരം കൊടുക്കും. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. വേറൊരു ഹദീസാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു. ഒരാൾക്ക് അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചാൽ ആ വകയിൽ മുസീബത്ത് കൊടുക്കും. എന്തിന്? വലിയ ഖൈർ ശേഷം കൊടുക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിടിച്ചു വെച്ചു കൊടുത്ത ബാപ്പ എന്തിന്? ഈ കുട്ടി എന്തിന് വേദനിപ്പിച്ചു? ആ വേദന നിമിത്തമായി ഈ കുട്ടിക്ക് നീണ്ട കാലം ആരോഗ്യത്തോടെ ജീവിക്കണം, അതിന് വെച്ചൊരു നിമിത്തമാണ്. അതിനാൽ പിടിച്ചു വെച്ചു കൊടുക്കുകയാണ്. ഈ പിടിച്ചു വെച്ചു കൊടുക്കുന്ന ബാപ്പ എതിരാളിയല്ല, ശത്രുവല്ല, മറിച്ച് കുട്ടിയുടെ നന്മ ഉദ്ദേശിച്ച ബാപ്പയാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ജനങ്ങളിൽ, അവൻ സൃഷ്ടിച്ച അടിമകളിൽ അവനെ സ്നേഹിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം, വലിയ സ്ഥാനം കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതിനാൽ പല മുസീബത്തുകളും ലോകത്ത് സംഭവിക്കുമെന്നും, അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ട ഒരു വിഷയത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എന്നും, നിങ്ങൾ എന്ത് കിട്ടിയാലും അതെന്റെ പവറാണ് എന്ന നിലക്ക് ഒരൊറ്റ മനുഷ്യനും അഹങ്കരിക്കരുതെന്നും, അതൊക്കെ റബ്ബിന്റെ തീരുമാനം, അവൻ കൃത്യമായി നടപ്പാക്കുകയാണെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മളാരും ടെൻഷൻ അടിക്കരുത്, നമ്മളാരും ദുഃഖാചരണം നടത്തരുത്, നമ്മളാരും ഒരിക്കലും എന്ത് മുസീബത്ത് വന്നാലും അത് അള്ളാഹു തന്നത്, അതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗം തരാൻ, അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കാൻ, അല്ലെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുക്കാൻ, അല്ലെ നാട് നഷ്ടപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം നമുക്കറിയില്ല, എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല. ഇതാണ് സൂറത്തുൽ ബഖറയിൽ വേറൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത്, വലാ തഖൂലു, നിങ്ങൾ പറയരുതേ, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു പോകുന്ന ആളുകൾ, അവരാണല്ലോ ശുഹദാക്കൾ. ശുഹദാക്കൾ രണ്ട് വിധമുണ്ട്. ഒന്ന്, സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സത്യത്തിന്റെ വിരോധികളുമായി ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി അങ്ങനെ യുദ്ധത്തിൽ മരിച്ചു പോകുന്ന ശുഹദാക്കൾ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ. അവർ ഒരു നിലക്കുള്ള ശുഹദാക്കളാണ്. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇവിടെ നടന്ന ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ശുഹദാക്കളായിരിക്കുമെന്നാണ് നേരത്തെ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അവർകൾ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല. ഇടിഞ്ഞു പൊളിഞ്ഞു വീട് മരിച്ചാൽ, ഹദ്മ് കൊണ്ട് മരിച്ചാൽ, അതുപോലെ തന്നെ പ്രസവവേദന കിട്ടി മരിച്ചാൽ, അതുപോലെ പ്ലേഗ് രോഗം വന്ന് മരിച്ചാൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ നബി തങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ മരിച്ച ഷഹീദാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ അംവാത്ത്, അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയല്ലേ. ബല്ലഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന് പറയണ്ട. ഹംസ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന ആളാണ്. ജാഫർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന ആളാണ്. അതേ സക്കരിയ നബി ജീവിച്ചിരിക്കുന്ന ആളാണ്. അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, ഇത് പറഞ്ഞ ഉടനെ അല്ല പറയണേ, വലനബിലുവന്നകും, നിശ്ചയമായും നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. ഇത് പരീക്ഷയുടെ ലോകമാണ്, ശിക്ഷാരക്ഷയുടെ ലോകമല്ല.
ശിക്ഷാരക്ഷയുടെ ലോകമല്ല. ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ ഇവിടെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ അയാളെ കൊന്നുകളിയാന്നാണ്. എന്നാൽ അതേ മനുഷ്യന്റെ ഒരൊറ്റ ദിവസം 10,000 ആളെ അങ്ങ് കൊന്നുകളഞ്ഞാലോ, എന്നാലും കൊടുക്കാനുള്ള ശിക്ഷ അയാളെ പകരം കൊല്ലാന്നാ. അപ്പൊ 9,999 ആളെ ജീവന് ഒരു വിലയില്ലേ? ഇയാളെ പകരം കൊല്ലാനല്ലേ കഴിയൂ ഇവിടെ? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ശിക്ഷ കൊടുക്കാനുള്ള ലോകമല്ല, ഇത് യഥാർത്ഥത്തിൽ രക്ഷ കൊടുക്കാനുള്ള ലോകവുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പടച്ചവന്റെ ശിക്ഷയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ശിക്ഷയുടെയും രക്ഷയുടെയും ലോകമല്ല, ഇത് പരീക്ഷയുടെ ലോകമാണ്. പരീക്ഷയിൽ ജയിക്കണം. ഈ പരീക്ഷ എന്താണ്? നിങ്ങൾ കണ്ടില്ലേ, തബാറക സൂറത്തിന്റെ തുടക്കം തന്നെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിനാണ് സർവാധികാരം. ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ള റബ്ബാൻ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. ഇവിടെ മരണവും ജീവിതവും അല്ലാഹ് പടച്ചു വെച്ചത് എന്തിനാണ്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മരണവും പരീക്ഷയാണ്, ജീവിതവും പരീക്ഷയാണ്. നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് പരീക്ഷ. ഇവിടെ ഇപ്പോ ചൂരൽമലയിൽ വലിയ വിഷമമുണ്ടായി. എത്ര ആളുകൾക്കായിരിക്കും അറിയോ ആ വകയെ സ്വർഗം കിട്ടിയിട്ടുണ്ടാകുക? കാരണം നല്ല നീയത്തോടുകൂടി വന്ന് അവിടെ ജാതി മത വർഗ വർണ്ണം ഒന്നും നോക്കാതെ ജനങ്ങളെ നന്മക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകന്മാർ, അവർക്ക് ചിലപ്പോൾ സ്വർഗം കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല വെച്ചൊരു നിമിത്തമായിരിക്കും. എത്രയോ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കിയ പണം, ആ പണം കൊണ്ട് കിറ്റുകളും വസ്ത്രങ്ങളും. കർണാടകയിലുള്ള ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് തുണിയൊക്കെ കൊടുത്തേക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട് അവിടത്തേക്ക്. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചിട്ട് അന്വേഷിച്ചു, തുണി എങ്ങോട്ടാ കൊടുത്തേക്കേണ്ടത്? ഇവിടെ അല്ല, നമ്മളെ ഓഫീസ്, സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു. അവിടെ തുണി ഇങ്ങനെ കെട്ടിക്കെടുക്കാണ്. ഇപ്പം കൊണ്ടുവരണം. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. കൊടുക്കാതെ തന്നെ അയാൾക്ക് കൂലി കിട്ടിയിട്ടുണ്ടാവും. കാരണം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ഇങ്ങനെ എത്രയോ ആളുകൾക്ക് സ്വർഗം കൊടുക്കാൻ, പ്രതിഫലം കൊടുക്കാൻ അല്ലാഹു തആല വെക്കും മുസീബത്ത് ചിലപ്പോ. പിന്നെയോ ഇവിടെ ഇപ്പൊ വന്നപ്പോ എൻ്റെ മകൻ പോയി, എൻ്റെ മകള് പോയി, അല്ലെ ഭാര്യ പോയി, അല്ലെങ്കിൽ പലരും പോയി. ഇങ്ങനെ പലരും പറയാണ് സങ്കടം. അല്ലാഹു അവർക്കെല്ലാം സ്വർഗം കൊടുക്കട്ടെ. പോയവർക്കും മുസീബത്ത് പറ്റിയവർക്കും അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാൻ പറയട്ടെ, സ്വർഗം കിട്ടുമെങ്കിൽ എന്ത് പോയാലെന്താ? കാലകാലം സ്വർഗം കിട്ടുമെങ്കിൽ എന്ത് പോയാലെന്താ? ഇവിടെ ആരാ ജീവിക്കുന്നത്? ആരാ ഇവിടെ മരിക്കാതെ ജീവിക്കുന്നത്? ആരാണ് ഇവിടെ മരിക്കാതെ ജീവിക്കുന്നവർ? എല്ലാവരും മരിച്ചു പോവില്ലേ? എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ചൂരൽമലയിൽ ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തി അവധിയെത്തുന്നതിന് മുമ്പ് മരിച്ചു നിങ്ങൾക്ക് ആർക്കും അഭിപ്രായമുണ്ടോ? അവധിയെത്താതെ ഒരൊറ്റ മനുഷ്യനും മരിക്കൂല. നിശ്ചയിക്കപ്പെട്ട സമയത്താണ് മരിക്കുന്നത്. ആ മരിക്കുമ്പോൾ, അപകടത്തിലാകുമ്പോൾ ഷഹീദിന്റെ കൂലി കിട്ടുകയാണ്. എന്തായാലും മരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവധിയെത്താതെയാണോ കൊല്ലപ്പെട്ടത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമയമെത്താതെയാണോ അറുക്കപ്പെട്ടത്? അലി റളിയല്ലാഹു അൻഹു സമയമെത്താതെയാണോ കൊല്ലപ്പെട്ടത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു സമയമെത്താതെയാണോ കൊല്ലപ്പെട്ടത്? ഒരിക്കലുമല്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്താണ് മരിക്കുന്നവരൊക്കെ മരിക്കുന്നത്. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് അപ്പുറവും ഇപ്പുറവും ആവില്ല. അപ്പൊ ആ മരിക്കുന്ന സമയത്ത് വലിയ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള മരണം, ആ മരണം ലഭിച്ചു എന്നതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ പറ്റുമോ? അള്ളാഹ് വെറുതെ പറഞ്ഞതിൽ കൈലാത്തസു അലാമാ ഫാത്തക്കും, നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കണ്ട. അതേസമയം പ്രവർത്തനം ശരിയായിരിക്കണം. വിഷമിക്കുന്ന ആളുകളെ സഹായിക്കണം, അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണം. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും എല്ലാ സഹായവും ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുന്നുണ്ടോ എന്ന പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് സംഭവം നടക്കാതെ പരീക്ഷ ഉണ്ടാവുമോ? അങ്ങനെ ഒരു പരീക്ഷ. വേറെ ഒരു പരീക്ഷ, സംഭവിച്ച ആളുകൾ ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ പടച്ചവനിൽ നിന്ന് കിട്ടിയതാണല്ലോ, എന്നെ പടച്ചത് റബ്ബാണല്ലോ, എൻ്റെ കിഡ്നി തന്നത് റബ്ബാണല്ലോ, എൻ്റെ ഹാർട്ട് തന്നത് റബ്ബാണല്ലോ, എൻ്റെ ബ്രെയിന് തന്നത് റബ്ബാണല്ലോ, എൻ്റെ കണ്ണും കാലും കയ്യും കാതും നാക്കും മൂക്കും ഒക്കെ തന്നത് എൻ്റെ റബ്ബാണല്ലോ.
ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈ ഫഅബ്ദൂഹു. ആ അല്ലാഹു ആണല്ലോ എല്ലാം തന്ന എൻ്റെ റബ്ബ്. ആ റബ്ബാണല്ലോ എനിക്ക് ബാപ്പനെയും ഉമ്മനെയും തന്നത്. ആ റബ്ബാണല്ലോ പെങ്ങളെയും ആങ്ങളെയും തന്നത്. ആ റബ്ബാണല്ലോ മകളെയും ഭാര്യയെയും മകനെയും തന്നത്. ആ റബ്ബാണല്ലോ അയൽവാസികളെ തന്നത്. ആ റബ്ബാണല്ലോ കുടുംബക്കാരെ തന്നത്. ആ റബ്ബാണല്ലോ നാട്ടുകാരെ തന്നത്. ആ റബ്ബാണല്ലോ വീട് തന്നത്. റബ്ബാണല്ലോ തോട്ടം തന്നത്. റബ്ബാണല്ലോ ഭൂമി തന്നത്. എല്ലാം തന്ന റബ്ബ്. ആ റബ്ബ് അവൻ എനിക്ക് ചില സമ്മാനങ്ങൾ തരാൻ, അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് സമ്മാനം കൊടുക്കാൻ, അല്ലെങ്കിൽ മുസീബത്ത് തന്നിട്ട് എനിക്ക് ആ വകയിൽ സ്വർഗം തരാൻ പടച്ചവനുണ്ടാക്കിയ ഒരു സംഭവം. അതിലെന്ത് പ്രതിഷേധം, അതിലെന്ത് ദുഃഖം, അതിലെന്ത് ഈ മനസ്സിന് എന്ത് ടെൻഷൻ ഇല്ല. അതാണ് ശേഷം റബ്ബ് പറയുന്ന വിഷയം. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, ചിലപ്പോൾ നിങ്ങളെ ഭയത്തിനാൽ പരീക്ഷിക്കും, ചില ഭയങ്ങൾ തരും. വൽ ജൂ, ചിലപ്പോൾ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ചിലപ്പോൾ സമ്പത്ത് ചുരുക്കിക്കളയും, പലതും ഒലിച്ചുപോയി, നശിച്ചുപോയി, വീട് നഷ്ടപ്പെട്ടു പോയി. വൽ അംഫുസി, ശരീരങ്ങൾ പലതും തീരെ കാണാൻ തന്നെ കിട്ടിയില്ല. വസ്സമറാത്ത്, പഴങ്ങളും ഫലങ്ങളും പലതും പോയി. അല്ലാഹ് പറയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷിക്കും. പതറിപ്പോകണ്ട, നിങ്ങൾ പതറിപ്പോകണ്ട. അതൊക്കെ എൻ്റെ ഭൂമിയിൽ, എൻ്റെ ഭരണത്തിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷേ വബശ്ശിരി സ്വാബിരീൻ, എൻ്റെ ഹബീബായ നബിയെ തങ്ങൾ സന്തോഷം പറഞ്ഞു കൊടുക്കൂ. ആരോട്? അസ്സാബിരീൻ. എന്ത് സംഭവിച്ചാലും അതിൻ്റെ പേരിൽ നെഞ്ഞത്തടിക്കാതെ, നിലവിളിക്കാതെ, നിലത്ത് വീണുരുളാതെ, തലമുടി പറിച്ചു കീറാതെ, പടച്ചവനെ കുറ്റം പറയാതെ, പടച്ചവനെ തെറ്റിദ്ധരിക്കാതെ, ആരെയും പഴിക്കാതെ, പൂർണ്ണമായും എൻ്റെ റബ്ബ് തന്നത് ഞാൻ പൊരുത്തപ്പെട്ടു. എല്ലാം തന്ന റബ്ബല്ലേ, എനിക്കിതിനൊക്കെ പകരം തരാൻ റബ്ബിന് കഴിയുമല്ലോ. ആ റബ്ബ് തന്നത് പൊരുത്തപ്പെട്ടു എന്ന നിലക്ക് ക്ഷമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കൂ നബിയെ. അവർക്ക് വലിയ സന്തോഷം വരാനുണ്ട്. ഏതാണ് ആ കക്ഷികൾ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് ഇത്തരം ഒരു വിപത്ത് വന്നാൽ ഖാലു, അവരുടെ വാക്കിങ്ങനെയാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹ്ക്കുള്ള സാധനാണ്, അള്ളാഹ്ക്കുള്ള മനുഷ്യനാണ്, അള്ളാഹ്ക്കുള്ള ഉമ്മയാണ്, അള്ളാഹുവിനുള്ള അമ്മയാണ്, അച്ഛനാണ്, അള്ളാഹുവിനുള്ള മകനാണ്, അള്ളാഹുവിനുള്ള സ്വത്താണ്, ഒക്കെ റബ്ബിനുള്ളതാണ്. ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും മരണമൊക്കെ അള്ളാഹുവിനാണെന്ന് പ്രഖ്യാപിക്കുന്നവരല്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ? നിസ്കാരത്തിൽ ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. ഇന്നാ ലില്ലാഹ്, നമ്മൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും മനസ്സിന് വിഷമമില്ല. കാരണം വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അവൻ വെറുതെ ആക്കൂല. ഈ തന്നതിനൊക്കെ പകരം അവൻ തരും. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ മുഴുവനും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ആ അള്ളാഹു തആല ഈ ജനങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് ഈ സംവിധാനങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്ത റബ്ബ്, ആ റബ്ബ് നമ്മളെ വെറുതെ ആക്കൂല. വഇന്നാ ഇലൈഹി റാജിഊൻ. ഓ നബിയെ, ഉലൈക, അങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്ന കക്ഷികൾ, ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ളതാണ് നമ്മൾ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് നമ്മൾ എന്ന നിലക്ക് ടെൻഷൻ അടിക്കാതെ ക്ഷമിച്ചു നിൽക്കുന്നവർ, അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അവരുടെ സംരക്ഷകനായ, അവരെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനായ റബ്ബ്, ആ റബ്ബിൽ നിന്നുള്ള ആദരപൂർവമുള്ള ഗുണമുണ്ട്. വറഹ്മ, പടച്ചവന്റെ അനുഗ്രഹമുണ്ട്. ക്ഷമിച്ചു നിൽക്കുന്നവർക്ക് വലിയ അനുഗ്രഹവും വലിയ ആദരവും പ്രതിഫലവും ഗുണവും റബ്ബ് കൊടുക്കുന്നുണ്ട്. അവരെ വെറുതെയാക്കൂല, വിഷമത്തിനൊക്കെ കിട്ടാനുണ്ട്. ഔലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. പടച്ചവൻ കൊടുത്തതിലൊക്കെ ക്ഷമിച്ചു നിൽക്കുന്നവർ അവരാണ് സന്മാർഗികൾ. അവർക്ക് വലിയത് കിട്ടാനുണ്ട്. ഏതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഗർഭിണിയാകാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, മക്കളില്ലാത്ത സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ പറയണം, ഞാനൊരു ദിക്റ് കൊടുക്കാം. പഠിച്ചവനല്ലേ മക്കളെ കൊടുക്കുന്നത്. മക്കളില്ലാത്തത് കൊണ്ട്
ചികിത്സ നടത്തി ഒരുപാട് ആളുകൾക്ക് മക്കളുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു ഡോക്ടറുണ്ട്. പക്ഷേ അയാൾക്ക് മക്കളില്ല. ആ ഡോക്ടർക്ക് മക്കളില്ല, കാരണം ഡോക്ടർക്ക് മക്കൾ കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് നിമിത്തമാകാനേ കഴിയുള്ളൂ. സൃഷ്ടികളൊക്കെ നിമിത്തങ്ങളാണ്. നിമിത്തം എന്നതിലപ്പുറം ആർക്കും ഇവിടെ അധികാരമില്ല. നിമിത്തങ്ങൾ. എന്നാൽ ആ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് മക്കളെ കൊടുക്കുന്നത്, വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിച്ചു നിൽക്കുന്നവർ. എന്റെ റബ്ബല്ലേ എല്ലാം തന്നത്, അവനല്ലേ ഇനിയും തരേണ്ടത്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നവൻ അവനല്ലേ, ഇപ്പോഴും ഈ സംസാരിക്കാനുള്ള കഴിവ് തരുന്നത് അല്ലല്ലേ, ഇപ്പോഴും എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അല്ലല്ലേ, ഇപ്പോഴും എൻ്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ, ഇപ്പോഴും എൻ്റെ കരൾ വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ, ഇപ്പോഴും എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ. എനിക്കെന്തറിയും? എൻ്റെ തലയിൽ എത്ര മുടിയുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ എണ്ണം പറയാൻ കഴിയുമോ എനിക്ക്? എൻ്റെ തലയിലുള്ള മുടി എത്ര കാലമായി ഞാൻ എടുത്ത് നടക്കുന്നത്, എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? നീ സംസാരിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ചലിക്കേണ്ടത്, ഏത് സ്ഥലമാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ചലിക്കേണ്ടതെന്ന് തന്നെ എനിക്കറിയോ? അത് ചലിപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ. എല്ലാം മിനല്ലാഹി, അല്ലാഹുവിങ്കിൽ നിന്നല്ലേ. ആ അല്ലാഹു എനിക്കൊരു മുസീബത്ത് തന്നുവെങ്കിൽ അതിന് ധാരാളം പ്രതിഫലം ക്ഷമിച്ചു നിന്നാൽ തരുന്നു. പരീക്ഷയാണ്. ക്ഷമിച്ചു നിന്നാൽ തരുന്ന അല്ലാഹു പറയുന്നു ഉലൈക അലൈഹിം സലവാതും മിർ റബ്ബിഹിം വറഹ്മ. ക്ഷമിച്ചു നിൽക്കുന്നവർക്ക് വലിയ കാരുണ്യം, ആദരപൂർവമുള്ള ഗുണം കൊടുക്കും. പലതും കൊടുക്കും നബിയെ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. അതുകൊണ്ട് ഈമാനുള്ളവരോട് ഞാൻ പറയുന്നു, ക്ഷമിച്ചു നിൽക്കുക. പടച്ചവൻ എന്തൊക്കെയോ നമുക്ക് എന്തായാലും പാരത്രിക ലോകത്തുള്ള വെറുതെ ആക്കൂല മുഅ്മിനീങ്ങളെ, യാതൊരു സംശയവും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാനൊരു ചെറിയ സംഭവം, സഹീഹുൽ ബുഖാരിയിലെ ഒരു സംഭവം പറയാൻ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിക്ക് സുഖല്ല. പരിചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറത്തു പോവുകയാണ്. ബീവി ഉമ്മു സലീം റളിയല്ലാഹു അൻഹയാണ് അവിടെ ഉള്ളത്. മുസ്ലിം ബീവി മകനെ നോക്കി പരിചരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്ക് കുട്ടി അങ്ങ് മരിച്ചുപോയി. മരണപ്പെട്ടപ്പോൾ ആ പെണ്ണ് തകർന്നില്ല. നല്ല മനക്കരുത്തുള്ള പെണ്ണ് ആ കുട്ടിയെ കുളിപ്പിച്ച് എന്നിട്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നന്നായി കിടത്തി. എന്നിട്ട് ചെയ്ത പണി എന്താണെന്നറിയോ? ഭർത്താവ് വരുമ്പോ ഭക്ഷണം കൊടുക്കണ്ടേ? ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാൻ പോയി ആ പെണ്ണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സലീം ബീവി ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ട് ഭർത്താവിനെയും കാത്തിരുന്നു. മയ്യിത്തപ്പുറം കിടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഭക്ഷണം പാകം ചെയ്തു. ഭർത്താവ് കയറി വന്നു. സന്തോഷത്തോടെ ഭർത്താവിനെ സ്വീകരിച്ചു. യാതൊരു മുഖഭാവവും മാറ്റിയില്ല. ആ സ്ത്രീയുടെ ക്ഷമയാണ്. അങ്ങനെ ക്ഷമിച്ചു നിന്നുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ ദുഃഖമൊന്നും പ്രകടിപ്പിക്കാതെ നിന്ന ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ, ഭർത്താവ് ചോദിച്ചു, മകൻ എന്തായി? മകൻ നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ട് എന്ന്. ഒരു പ്രശ്നവുമില്ലല്ലോ. മരിച്ചവർക്ക് എന്ത് പ്രശ്നം? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പ്രശ്നം? മരിച്ചവർക്ക് എന്ത് പ്രശ്നമാണ്? ഒരു പ്രശ്നവുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ചിലപ്പോൾ തോന്നും ശരീരം കഷ്ണമായി പോയില്ലേ, അല്ലെങ്കിൽ ശരീരം ചിലത് കിട്ടിയില്ലല്ലോ, അവർക്ക് എന്ത് പ്രശ്നം? ഈമാനുണ്ടോ, തഖ്വയുണ്ടോ? ഒന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നവുമില്ല. അവർക്കൊരു പ്രശ്നവുമില്ല. നമുക്കോ നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. കുളിപ്പിക്കണം, മയ്യിത്തസ്കരിക്കണം, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളോട് കൈ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം നമ്മളെന്ത് ചെയ്യും? പടച്ചവന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെട്ടു. അതിലപ്പുറം നമ്മളോട് കൽപ്പന ഇല്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടോ? മരിക്കുന്നതുവരെ വേദന ഉണ്ട്, മരിച്ചാൽ പിന്നെ വേദന ഉണ്ടോ? ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ചിലരുടെ ശരീരം അതേ പാറയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയല്ലോ, അല്ലെങ്കിൽ കഷ്ണായിപ്പോയല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ആരും ദുഃഖിക്കാൻ പോണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ആരും ടെൻഷൻ അടിക്കാൻ പോണ്ട. അവർക്കൊന്നും വരാനൊന്നുമില്ല. അവർക്ക് ഈമാനോടെയാണോ ഷഹീദിന്റെ കൂലി കിട്ടുക ചെയ്യുക. വലിയ പ്രതിഫലം, എത്രത്തോളം വിഷമമുണ്ടോ അത്രത്തോളം കൂടുതൽ പ്രതിഫലം കിട്ടും. അതിനൊന്നും ടെൻഷൻ അടിക്കരുത്. ആരും ടെൻഷൻ അടിക്കരുത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സലൈം ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനെ ഒരു ടെൻഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ, കുട്ടി നല്ല സമാധാനത്തോടെ കിടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും
സാധാരണ പോലെ ഭാര്യാഭർത്താക്കന്മാർ പോകുന്ന പോലെ പ്രൈവറ്റ് റൂമിലേക്ക് പോകുന്നു, ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് കിടന്ന് അവർ തമ്മിൽ സന്തോഷം പങ്കിടുന്നു. അപ്പുറത്ത് മകൻ കിടക്കുന്നുണ്ട്, മയ്യത്ത് കിടക്കുന്നുണ്ട്. ഈ ഭാര്യ ഒരു സ്വഭാവത്തിൽ ഒരു വിഷമവും കാണിച്ചില്ല. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഭർത്താവിനോടൊരു ചോദ്യം, അല്ലയോ ഭർത്താവേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്താ സംശയം? നമ്മൾക്കൊരാളൊരു സാധനം നമ്മളെ കയ്യിൽ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി തന്നു, എന്നിട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് തിരിച്ചു ചോദിച്ചു, അത് നമ്മൾ കൊടുക്കണോ? പിന്നെ ഒരാളെ സാധനം ഒരാൾ തന്നാൽ തിരിച്ചു ചോദിക്കും, പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ, തിരിച്ചു കൊടുക്കണം, എന്തായാലും തിരിച്ചു കൊടുക്കണം. ഓ, അങ്ങനെ തിരിച്ചു കൊടുക്കണം അല്ലേ? അങ്ങനെ തിരിച്ചു കൊടുക്കും നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാകാൻ പാടുണ്ടോ? ഇയാൾ തന്ന സാധനം ഇയാൾ തിരിച്ചു വാങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ പാടുണ്ടോ? എന്ത് വിഷമം? അത് നമ്മൾ കടപ്പാടല്ലേ. നമുക്ക് തന്ന സാധനം അയാൾ തിരിച്ചു വാങ്ങുമ്പോൾ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണം. അങ്ങനെയാ? അങ്ങനെയാ. എന്നാൽ റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തന്ന കുട്ടിയെ റബ്ബ് തിരിച്ചു ചോദിച്ചിരിക്കുന്നു ഭർത്താവേ, തിരിച്ചു വാങ്ങിയിരിക്കുന്നു ഭർത്താവേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് അപ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് എന്നിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. അടുത്ത് എന്നിട്ട് പറയുന്നു, നബിയെ, ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ഭാര്യയുടെ ആ അങ്ങേയറ്റത്തെ ക്ഷമ കാരണത്താൽ ഇന്നലെ രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു വലിയ ബറക്കത്തുള്ള കുട്ടിയെ പകരം തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അല്ലാത്തവരും തമ്മിലുള്ള വലിയൊരു വിഷയം അതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന അറിവും സാധാരണയല്ല. ഇന്നലെ നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടപ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായിട്ടുണ്ട്, അതിൽ ബറക്കത്തുള്ള ഒരു കുട്ടിയെ അല്ലാഹു പകരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ ക്ഷമ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ മനസ്സിലുണ്ടാകണം. ഈ മാതൃക നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രയാസങ്ങൾക്കൊക്കെയും അല്ലാഹു ജല്ല ജലാലുഹു പ്രതിഫലം തരുമെന്നും അതെനിക്ക് പ്രതിഫലം കിട്ടാനാണെന്നും അതുപോലെ പലർക്കും സ്വർഗം കിട്ടാനാണെന്നും കുറേ ആളുകൾക്ക് വളണ്ടിയർമാരായി നമ്മുടെ SYS-ന്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും SSF-ന്റെയും പ്രവർത്തകർ, വേറെയും പലരും, ഏത് നല്ലവരായ പ്രവർത്തകർ എന്ത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ പടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ചാണോ വെറുതെ ആവൂല. വേറെ ഫോട്ടം വരാനൊന്നും ആയിരുന്നു, ഫോട്ടം വന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ നമ്മുടെ പ്രവർത്തനം? അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ നമ്മളുടെ വാക്ക്? അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ നമ്മുടെ ചലനം അടക്കം? എങ്കിലൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. അതിനൊക്കെ റബ്ബ് പ്രതിഫലം തരും. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഒരാളെ പരീക്ഷിക്കുന്നത് വലിയ പണം കൊടുത്തുകൊണ്ട് പരീക്ഷ. എന്താ പരീക്ഷ? അതിൻ്റെ അപ്പുറത്തിൻ്റെ പട്ടിണി എടുക്കുന്ന ഒരാൾ, അയാൾക്ക് ഇയാൾ കൊടുക്കുന്നുണ്ടോ എന്നാ പരീക്ഷ. പട്ടിണി കിടക്കുന്നവനെ പരീക്ഷിക്കുകയാണ്. പട്ടിണി ആയാലും അവൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടോ? അല്ല, അള്ളാഹുവിനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടോ? പടച്ചവനെ അവൻ പഴിക്കുന്നുണ്ടോ? പടച്ചവനെ കുറ്റം പറയുന്നുണ്ടോ? അവൻ അങ്ങനെയാ പരീക്ഷ. മറ്റൊരു പരീക്ഷ ഇവൻ കൊടുക്കുന്നുണ്ടോ എന്നാ പരീക്ഷ. ആരോഗ്യമുള്ളവനുള്ള പരീക്ഷ, ആരോഗ്യം ദുർബലരായ ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പരീക്ഷ. ദുർബലന്മാർക്കുള്ള പരീക്ഷ, അതിൽ ക്ഷമിച്ചു നിന്ന് പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുണ്ടോ? വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കുന്നുണ്ടോ എന്നാണ് അവർക്ക് പരീക്ഷ. പണ്ഡിതന്മാർക്ക് പരീക്ഷ. പണ്ഡിതന്മാരുടെ പരീക്ഷ എന്താണ്? അവർക്ക് പടച്ചവൻ കൊടുത്ത അറിവ് അത് പ്രതിഫലേച്ഛയില്ലാതെ, സ്ഥാനമാനം ആഗ്രഹിക്കാതെ, സ്ഥാനക്കൊതിയില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ സാധാരണക്കാർക്ക് ഇൽമ് വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് പണ്ഡിതന്മാർക്ക് പരീക്ഷ. സാധാരണക്കാർക്ക് പരീക്ഷ, പണ്ഡിതന്മാരെ ആദരിക്കുന്നുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നത് ഉൾക്കൊണ്ട് ജീവിതം ശരിയാക്കുന്നുണ്ടോ എന്ന് സാധാരണക്കാർക്ക് പരീക്ഷ. പണ്ഡിതന്മാർക്ക് മറ്റൊരു പരീക്ഷ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരീക്ഷ, കേട്ടതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷ. സുബ്ഹാനല്ലാഹ്, എവിടെയും പരീക്ഷയാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് ഇവിടെ ജീവിതവും മരണവും തന്നിട്ടുള്ളത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ആ റബ്ബിൽ വിശ്വസിക്കുന്നവർക്ക്, ആ റബ്ബിനെ അംഗീകരിക്കുന്നവർക്ക്, റബ്ബിൽ ഹൃദയം തിരിച്ചവർക്ക്, അതാണ് നേരത്തെ ഇവിടെ ബാഖവി ഉസ്താദ് പറഞ്ഞത്, അലാ
ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക് മനസ്സിന് സമാധാനമുണ്ട്. യുക്തിവാദിക്ക് സമാധാനം കിട്ടൂല. കാരണം അവന് പോയെല്ലാം പോയി 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 എന്ന് പറയാന്നല്ലാതെ ഇതിനപ്പുറം ഈ വകയിലൊരു പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹം യുക്തിവാദിക്കില്ല, നിരീശ്വരവാദിക്കില്ല. അതേ അള്ളാഹുലും റസൂലും വിശ്വസിക്കാത്തവന് ഇതിനൊക്കെ പകരം സ്വർഗം കിട്ടുമുള്ള വിശ്വാസമില്ല. അപ്പൊ അവൻ ടെൻഷനിൽ തന്നെ, അവന്റെ ടെൻഷൻ നീങ്ങൂല, അവൻ എന്നും ടെൻഷനിൽ തന്നെ. മുഅ്മിനീങ്ങൾക്ക് ടെൻഷനില്ല, മുഅ്മിനീങ്ങൾ ഇതിന്റെ അപ്പുറം അതുകൊണ്ട് കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നു. ഏതുപോലെ ഒരു സ്ത്രീ ഗർഭിണിയായി, ആ ഗർഭിണിയായ സ്ത്രീ, അവൾക്ക് ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഖുർആൻ പറഞ്ഞില്ലേ, വഹനൻ അലാ വഹനിൻ, പ്രയാസം തന്നെയാണ്. പക്ഷേ ഗർഭമാകാതിരിക്കുമ്പോൾ ഗർഭമാകാൻ ദുആ ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, സദഖ ചെയ്യുന്നു, അങ്ങനെ പലതും നല്ല ചെയ്യുന്നു. എന്തിന്? ഗർഭമായി കിട്ടാൻ. എന്തിനാണ്? ഈ ഗർഭമായാൽ ഉള്ളാക്കെ പ്രയാസം തന്നെയാണ്. ഈ ഗർഭിണി പിന്നെ ചിന്തിക്കുന്നത് എന്താണ്? എനിക്കൊന്ന് സുഖപ്രസവം കിട്ടണം. അങ്ങനെ ഒരു പ്രസവം ഉണ്ടാവുമോ? സുഖപ്രസവം തന്നെ പ്രസവം ഉണ്ടാവുമോ? അത്ര സുഖമുള്ള പരിപാടിയാ പ്രസവം അല്ല. പക്ഷേ ആ പ്രസവത്തിലൂടെ എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിൽ ഗുണകരമായ ഒരു കുട്ടിയെ ലഭിക്കും, എനിക്ക് സന്തോഷിക്കാൻ ഒരു കുട്ടിയെ ലഭിക്കും എങ്കിൽ ഈ പ്രസവ വേദനയെ വെൽക്കം, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസവ വേദനയും ഗർഭിണിയാകുന്നതിനെയും സ്വാഗതം ചെയ്യുന്നു. കാരണം എനിക്ക് ആ വകയിൽ കുട്ടിയെ കിട്ടുമല്ലോ, ആ വകയിൽ കുട്ടിയെ കിട്ടുമല്ലോ. അത് കിട്ടുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ പ്രസവ വേദന ക്ഷമിക്കുന്നു. ഇതുപോലെ ഏത് മുസീബത്തിനും, ഏത് വിപത്തിനും, ഏത് ദുരന്തങ്ങൾക്കും വലിയ പ്രതിഫലം പടച്ചവൻ കൊടുക്കുമെന്ന് റബ്ബ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ പകരം വേറെ കിട്ടും, അതിനൊക്കെ പ്രതിഫലം കിട്ടും. അപ്പോൾ പിന്നെ മനുഷ്യന്റെ മനസ്സിന് ടെൻഷനില്ല. അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർക്കോ, അതേപോലെ ഈമാൻ ഇല്ലാത്തവർക്കോ, ഖുർആൻ വിശ്വസിക്കാത്തവർക്കോ ഈ ടെൻഷൻ ഒഴിവാവൂല. അവരെന്നും ടെൻഷനിൽ തന്നെ. മുഅ്മിനീങ്ങൾക്ക് ടെൻഷനില്ല, മനസ്സിന് സമാധാനം. അങ്ങനെ ഒന്ന് സംഭവിച്ചു, ഏതായാലും ഞാനും മരിക്കും. ഞാൻ മരിക്കുന്നത് എപ്പോഴാണ്? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ മരിക്കുന്ന ദിവസം എപ്പോഴാണ്? പറയാൻ കഴിയൂല. ഈ പ്രസംഗം തീരുന്നത് വരെ ജീവിക്കുന്നു ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല, ഗ്യാരണ്ടി ഇല്ല. ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകാം, അതിൻ്റെ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തവന് ഗ്യാരണ്ടി ഇല്ല. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആരും ചിന്തിച്ചിട്ടില്ല, നേരം വെളുത്തപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു നിശ്ചയിച്ചതുപോലെ നിശ്ചയിച്ച സ്ഥലത്ത് നിന്നു എല്ലാവരും മരിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ മരിക്കുമ്പോൾ മരണശേഷമുള്ള തീരാത്ത ജീവിതത്തിൽ മുസീബത്തുകൾ മുഖേന മരിക്കുമ്പോൾ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതിനാൽ സമാധാനം, വലിയ സമാധാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് സമാധാനം. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തൊരു യുക്തിവാദിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അവൻ സമാധാനം കണി കാണൂല. അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് സമാധാനം. അപ്പൊ പിന്നെ അവൻ എന്താ ചെയ്യാന്നറിയോ? സാധാരണയായിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ, ഏത് കുരങ്ങന്മാർക്കൊരു സ്വഭാവമുണ്ട്. കുരങ്ങിന്റെ സ്വഭാവം എന്താണ്? യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസഫാരിയതി എന്ന് റസാനത്ത് ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ വയനാട്ടുകാർക്ക് കുരങ്ങിനെ നന്നായിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. എന്താണ് അതിൻ്റെ സ്വഭാവം? അത് വേനൽക്കാലത്ത് വീടുണ്ടാക്കൂല, ഇങ്ങനെ അങ്ങും ഇങ്ങും ഓടിക്കളിച്ച് ഇങ്ങനെ മാന്തി പിടിച്ച് ഇങ്ങനെ തിന്ന് നടക്കും. വേനൽക്കാലത്ത് വീടുണ്ടാക്കൂല. അതേ സമയത്ത് ചെറിയ പക്ഷികൾ വേനൽക്കാലത്ത് ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലകൾ കൊത്തിക്കൊണ്ടുപോയി വീടുണ്ടാക്കിയിട്ട് മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറി സുരക്ഷിതമായി കഴിയും. ഈ പക്ഷികൾക്ക് ഇത് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണോ? അള്ളാഹുവാണേ, സംശയം വേണ്ട, അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഈ ഇവിടെ നടന്ന വലിയ ഈ ദുരന്തം ഉണ്ടല്ലോ, അത് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. സുബ്ഹാനല്ലാഹ്. ഒരു അമ്മ വളരെ വിഷമിച്ച് അങ്ങനെ വീട് പോയി, എല്ലാം പോയി, കുട്ടിയെയും എടുത്ത് കാട്ടിലേക്ക് കയറിയപ്പോ ഒരു വലിയ കൊമ്പനാന. ആ കൊമ്പനാനയോട് ഈ അമ്മ സംസാരിക്കുകയാണ്, ഒന്നും ചെയ്യരുതേ. ആ അമ്മ പറയുന്നത് ഞാൻ കേട്ടു, സോഷ്യൽ മീഡിയയിൽ കേട്ടു. അമ്മ പറയുന്നു, അതേ ആ ആനയുടെ കണ്ണിന്ന് വെള്ളം വരികയാണെന്ന് തോന്നുന്നു. എന്നിട്ടോ ആ അമ്മയെയും കുട്ടിയെയും ആന ഒന്നും ചെയ്തില്ല, സുരക്ഷിതമായി അവിടെ നിർത്തി. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോ സുന്നത്തി ജമാഅത്തിൽ വിശ്വാസമില്ലാത്തവര് ഈ അമ്മ പറഞ്ഞ് വിശ്വസിക്കും കേട്ടോ. അതേ സമയത്ത് മഹാനായ മടവൂര്
CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കറാമത്തായിട്ട് അവിടുത്തെ മൗലിദിൽ അതെ മുറ്റിച്ചൂർ ഉസ്താദ് എഴുതി മൈസൂർ വനത്തിൽ CM വലിയുല്ലാഹി കയറി ചെല്ലുമ്പോൾ വലിയ വലിയ ആനകൾ ഉണ്ടാകും, പക്ഷെ ഒന്നും ചെയ്യാറില്ല. അത് പറഞ്ഞാൽ അവന് വിശ്വാസാവൂല. കാരണം അങ്ങനെയൊക്കെ പടച്ചവന് ചെയ്യാൻ കഴിയുമോ എന്നാണ് നേരം അവൻ വിശ്വസിക്കുക. ഈ ആനക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയുമോ എന്നാണ് പുത്തൻവാദി ചിന്തിക്കുക. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തുള്ളവൻ എന്താ ചിന്തിക്കുക? പടച്ചവനിക്ക് ഒരു പ്രശ്ന, ആനക്ക് അങ്ങനെ അങ്ങ് തോന്നിപ്പിച്ചു കൊടുത്താൽ പോരെ. ഈ തേനീച്ചകൾക്ക് ഇന്ന സ്ഥലത്ത് തേനുണ്ടെന്ന് തോന്നിപ്പിച്ചു കൊടുക്കുന്നവൻ ആരാണ്? അവിടുന്ന് തേന് കൊണ്ടുവന്ന് സംഭരിക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നവൻ ആരാണ്? തേനീച്ചക്ക് സന്ദേശം കൊടുക്കുന്നവൻ പടച്ചവനാണ്. ആ പടച്ചവൻ അവൻ ഈ ആനക്ക്, ഈ അമ്മയും കുട്ടിയും ചെന്നപ്പോ ആനയുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, അവര് വിഷമിച്ചു വരുന്ന അമ്മയും കുട്ടിയാണ്, സംരക്ഷണം കൊടുക്കണം. ആന സംരക്ഷിക്കുകയാണ്. ഇത് പടച്ചവനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ ആന സാധാരണ നിലക്ക് ആന അങ്ങനെ വിടുവോ? പടച്ചവനുണ്ടെന്നതിന്റെ തെളിവാണത്. ഏതുപോലെ സഫീന റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ അങ്ങ് ചെന്നപ്പോ സഹാബിയാണ്. അങ്ങോട്ട് ചെന്നപ്പോ ഒരു സിംഹത്തിന്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത്. സഫീന റളിയല്ലാഹു അൻഹു അല്പവും കുലുങ്ങിയില്ല. സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തോട് പറഞ്ഞു, ഇത്തഖി അന മൗലാ റസൂലില്ലാഹി, സൂക്ഷിച്ചോളണം, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്, റസൂലുള്ളാഹിന്റെ ആളാണ്. അതെ, റസൂലുള്ളാഹിനെ ഇടയാളനാക്കിട്ടാ പറയുന്നത്. മനസ്സിലായില്ലേ? ആദി ഏത് സിംഹത്തിനും മനസ്സിലാവും റസൂലുള്ളാഹിന്റെ ബഹുമാനം. ഇത്തഖി അന മൗലാ റസൂലില്ലാഹി, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്, അള്ളാഹിന്റെ റസൂലിന്റെ ആളാണ് ഞാൻ, സൂക്ഷിച്ചോളണം. ആ സിംഹം അതെ ഇമാം ബൂസരി പാടിയില്ലേ, സിംഹം അംഗരക്ഷകനായി പോവുകയാണ് സഫീന റളിയല്ലാഹു അൻഹു. ഈ സിംഹത്തിന് ഇത് ഉത്ബോധിപ്പിക്കുന്നവൻ, ഇത് തോന്നിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ആനക്ക് തോന്നിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ല, ചിലരൊക്കെ പറയുന്ന കേട്ടു, സുബ്ഹാനല്ലാഹ്, ആന കൂട്ടം കൂട്ടമായി ഇറങ്ങി അങ്ങ് പോയി കാട്ടിൽ നിന്ന് ഇത് വരുന്നതിന് മുമ്പ് എന്ന് കേട്ടു. സുബ്ഹാനല്ലാഹ്, ആനക്ക് അത് തോന്നിപ്പിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഒരിക്കലും യുക്തിവാദി മനസ്സിലാക്കണ്ട. ഇപ്പോ അത് ആളുകളോട് എന്തേ പടച്ചവൻ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നും ചോദിച്ചിട്ട് ഉള്ള ഈമാൻ കളഞ്ഞു കളയാം എന്ന് ഒരു യുക്തിവാദിയും സ്വപ്നം കാണണ്ട. അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണിത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അവർക്ക് ഹൃദയത്തിന്റെ സമാധാനമാണ്. അതൊക്കെ അല്ലാഹു തആല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വേദനിച്ച് പ്രസവിച്ചാൽ കുട്ടിയെ കിട്ടുമെന്ന് കാണുമ്പോ പ്രസവം ചോദിച്ചു വാങ്ങുന്ന ഉമ്മമാരുണ്ട്, പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്. അതേ സമയത്ത് കുട്ടിയില്ലെങ്കിൽ ഞാനൊന്ന് ഗർഭിണിയാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുണ്ട്. കാരണം കുട്ടിയെ കിട്ടുമെന്ന ആഗ്രഹമാണ്. എങ്കിൽ മുസീബത്തുകൾക്ക് മുഴുവനും പ്രതിഫലമാണ്. ആ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലപ്പെട്ടു പോയ സക്കരിയ നബിയും യഹ്യാ നബി അലൈഹിസ്സലാം അടക്കം സുഹൃത്തുക്കളെ, അവരുടെ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മൺമറഞ്ഞതിൻ്റെ ശേഷം അവരെല്ലാം സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വിചാരിക്കണ്ട, അം ഹസിബല്ലദീന ജ്തറഹു സയ്യാത്തി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവും ഉള്ളവർ അവര് മരിച്ചു കഴിഞ്ഞാൽ അവർ നഷ്ടപ്പെട്ടു പോയിന്നോ, അവർക്ക് വിഷമമായി പോയിന്നൊന്നും വിചാരിക്കണ്ട. സവാഅം മഹ്യാഹും വമമാതുഹും, അവരെ ജീവിതവും മരണവും തുല്യമാണ്, അവർക്കൊരു പ്രശ്നവുമില്ല. അവർക്ക് അവിടെ മരണപ്പെടുമ്പോൾ കറാമത്ത് വർദ്ധിക്കുകയാണ്, അവർക്ക് മഹത്വം വർദ്ധിക്കുകയാണ്, അവർക്ക് സ്ഥാനം വർദ്ധിക്കുകയാണ്, പ്രതിഫലം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലു പറഞ്ഞ അവരൊന്നും മരിച്ചു എന്ന് പറയണ്ട, അവർ സജീവമാണ്. ഞാൻ അതിലേക്ക് നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ വയനാട്ടിലുള്ള ജനങ്ങളോടും അതുപോലെ വിപത്ത് പറ്റിയവരോടൊക്കെ പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ തീരുമാനം അതവൻ കൃത്യമായി നടപ്പാക്കുന്നു. അതെങ്ങനെ നടപ്പാക്കുന്നു അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഉടമസ്ഥനല്ലേ തീരുമാനിക്കേണ്ടത്. എൻ്റെ വീട്ടിൽ ഞാൻ എവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, എൻ്റെ പറമ്പിൽ ഞാൻ എവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം, ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഞാൻ എപ്പോൾ പൊളിക്കണം, ഞാൻ എപ്പോഴത് മാറ്റി പറിക്കണം,
എപ്പോൾ അത് വികസിപ്പിക്കണം, എപ്പോൾ അത് വേണ്ടെന്ന് വെക്കണം എന്ന് ഉടമസ്ഥനായ ഞാനാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച റബ്ബാണ് ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള യഥാർത്ഥ ഉടമസ്ഥനവനാണ്. മറ്റുള്ളവർക്ക് താൽക്കാലികമായ ബാഹ്യമായ ഉടമസ്ഥന്മാരാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അതുകൊണ്ട് തന്നെ അവനവന്റെ ഇഷ്ടപ്രകാരം ചെയ്ത കാര്യത്തിൽ ഈമാനുള്ളവർക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവർക്ക് യാതൊരു ടെൻഷനും ഉണ്ടാകാൻ നിവൃത്തിയില്ല. അതേ സമയത്ത് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവുക സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ നബി തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒലിക്കുമ്പോൾ സഹാബത്തി നല്ല നബിയെ തങ്ങൾക്ക് അറിയാണോ? അപ്പൊ നബി തങ്ങൾ പറയുന്നു അത് മനസ്സിന്റെ അലിവാണ്, മനസ്സിന്റെ അലിവാണ്. അത് സ്വാഭാവികമാണ്, അതിന് തെറ്റില്ല. പക്ഷെ അതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കൂക്ക് വിളിക്കാൻ പാടില്ല, മുടി പറിച്ചിടാൻ പാടില്ല, കുപ്പായം കീറാൻ പാടില്ല, അതിൻ്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല. ദുഃഖം ഉണ്ടാകൽ സ്വാഭാവികമാണ്. അത് കടിച്ചിറക്കി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നു. അത് ചിലപ്പോൾ ദുനിയാവിൽ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് ദുനിയാവിലും കിട്ടും, ആഖിറത്തിൽ വേറെയും കിട്ടും. അങ്ങനെ പടച്ചവനിലേക്ക് ഖൽബ് തിരിച്ച് നല്ല മനസ്സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കണം എന്ന് എൻ്റെ സദസ്സിൽ വന്ന് എല്ലാവരോടും ഞാൻ ഉണർത്തുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ഏതെല്ലാം കക്ഷികളുണ്ട്, എന്തെല്ലാം കക്ഷികളുണ്ട്. അള്ളാഹ് നമുക്ക് ഇതിൻ്റെ അമത്ത് വളരെ വലുതല്ലേ. ഞാനൊരു ദിവസം ഇങ്ങനെ വടകര റെയിലിൻ്റെ പാളത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്നുപോയി ഒരു മരുന്ന് വരയ്ക്കാൻ പോയതാണ്. എൻ്റെ ബാപ്പുണ്ടായിരുന്ന കാലത്ത്. അത് കഴിഞ്ഞിങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് എറിഞ്ഞ ഒരു സ്ഥലം കാണുന്നു. അവിടെ വെച്ച് നായകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഓടി വന്ന് നായയൊക്കെ തെളിച്ചോടിച്ചിട്ട് അവൻ അവിടെ വന്ന് ഇലകളിൽ നിന്നൊരു ഇലയെടുത്ത്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ള ഒരു ഇലയെടുത്ത് നിലത്ത് വിരിച്ചിട്ട് ബാക്കിയുള്ള ഇലകളിലൊക്കെ ഒട്ടിപ്പിടിച്ച ഭക്ഷണങ്ങൾ കൈകൊണ്ട് തുടച്ചെടുത്ത് അതിലേക്ക് ഒന്നിച്ച് സമാഹരിച്ച് ആ ചെറുപ്പക്കാരൻ കഴിക്കുന്നു. മാനസിക രോഗിയാണ്. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹം എത്രയാണ്. എത്ര മാനമായിട്ട് ജീവിക്കാനുള്ള കഴിവ് അള്ളാഹു എനിക്ക് തന്നു. എത്ര നല്ല ചിന്ത എനിക്ക് അള്ളാഹു തആല തന്നു. ഇതൊക്കെ തന്ന റബ്ബല്ലേ എൻ്റെ റബ്ബ്. ഇങ്ങനെയും ആളുകൾ ഉണ്ടല്ലോ. പടച്ചവനെ, അങ്ങകലെ ഫലസ്തീനിൽ ചെറിയ പിഞ്ചുമക്കളെ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് അവരെ നോക്കാനുള്ളത്? ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ളത്? ആരാണ് സംരക്ഷിക്കാനുള്ളത്? അത് അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ വിപത്താണ്, മുസീബത്താണ്. പക്ഷേ അതിൻ്റെ പേരിൽ ആ ചെറിയ മക്കളെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, അവിടെയുള്ള സ്ത്രീകളെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, അവിടെയുള്ള പുരുഷന്മാരെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, അവിടെ ഒന്നും ഈമാൻ തെറ്റുന്നില്ല. ഇതൊക്കെ റബ്ബ് ഞങ്ങൾക്ക് തന്ന പരീക്ഷണമാണ്. അതിനൊക്കെ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് അവർ ക്ഷമിച്ച് നെഞ്ചൂക്കോടുകൂടെ നിൽക്കുകയാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് അൽഹംദുലില്ലാ ഇവിടെ മുസീബത്ത് വന്നപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കാൻ കൂടി റബ്ബിൻ്റെ തീരുമാനമുണ്ടാകാം. ആളുകളുടെ സഹായം ഒഴുകി വരികയാണ്. ആളുകളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടി ചിന്തിക്കുകയാണ്, നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, നമുക്ക് എന്തും തരാൻ ആളുകൾ തയ്യാറാവുകയാണ്. അതൊക്കെ അള്ളാഹു അവരെ മനസ്സിൽ ഇട്ടുകൊടുത്തത് കൊണ്ടല്ലേ. ഈ ആനയുടെ മനസ്സിൽ നല്ലത് തോന്നിപ്പിച്ച റബ്ബ് ജനങ്ങൾക്കൊക്കെ ഇവരെ സഹായിക്കണമെന്ന ചിന്ത തോന്നിപ്പിക്കുന്നു, ഇവരെ സംരക്ഷിക്കണമെന്ന ചിന്ത തോന്നിപ്പിക്കുന്നു. അത് റബ്ബിന്റെ കാരുണ്യമല്ലേ. ആ റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കണം, ആ റബ്ബിലേക്കുള്ള ചിന്ത വർദ്ധിക്കണം, ആ റബ്ബിനോട് ഇനിയും നല്ലത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് താണുകയാണ് അപേക്ഷിക്കണം. അവൻ എന്ത് തന്നാലും തന്നതിനെ നമ്മൾ രണ്ട് കൈയും കൂട്ടി വാങ്ങണം. അതിൽ നമുക്ക് പ്രതിഷേധമില്ല, എതിർപ്പില്ല, അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണയില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. മോമിനായ മനുഷ്യൻ വല്ലദീന ആമനു അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി, എന്നിട്ടും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അവൻ പിൻവലിച്ചിട്ടില്ലല്ലോ. എൻ്റെ കൈ കൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി, എന്നിട്ടും എൻ്റെ കൈ അവൻ കുഴച്ചു കളഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ കാലുകൊണ്ട് ഞാൻ എത്ര തെറ്റിലേക്ക് നടന്നുപോയി, അവൻ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഞാൻ നടന്നുപോയി, എന്നിട്ടും എൻ്റെ കാല് അവൻ നശിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പലതും തെറ്റ്
തെറ്റുകൾ വന്നിട്ടും എൻ്റെ റബ്ബ് എന്നെ ഇതുവരെയും അതൊന്നും നഷ്ടപ്പെടുത്താതെ റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വലിയ കാരുണ്യമുള്ള റബ്ബ്, വല്ലാതെ പുറത്തു കൊടുക്കുന്ന മാപ്പ് കൊടുക്കുന്ന റബ്ബ്. റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. ആ റബ്ബെങ്ങാനും തെറ്റിയുമ്പോൾ തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ബാക്കി ഉണ്ടാവോ? അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിലനിന്നത്. ഇനി എന്തെങ്കിലും മുസീബത്തുകൾ റബ്ബ് തരുമ്പോ അതൊക്കെയും നമുക്ക് വലിയ പ്രതിഫലം തന്ന് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, രോഗമായാൽ ദോഷം പൊറുക്കപ്പെടും, മുസീബത്തുണ്ടായാൽ ദോഷം പൊറുക്കപ്പെടും. ഇതുപോലെ ഒരു ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കിയാൽ ഇരുമ്പ് പഴുക്കും, പക്ഷേ അതിന്റെ കറ കഴിഞ്ഞു പോകും. എൻ്റെ സഹോദരിമാര്, നിങ്ങൾ പഴയ പൊന്ന് അത് ഉരുക്കാൻ കൊണ്ടുപോകലില്ലേ? ഉരുക്കിക്കഴിഞ്ഞാൽ അത് നല്ല തങ്കമായി മാറും. എന്തേ? അതിലുള്ള ചേറൊക്കെ പോയി. ഇതുപോലെ മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന മുസീബത്ത് അത് ശുദ്ധീകരിക്കാനുള്ളതാണ്, ഫിൽട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കാണുന്നില്ലേ, വസ്ത്രം അലക്കുന്ന ആള്, അദ്ദേഹം കൊണ്ടുപോയി വസ്ത്രം അദ്ദേഹം നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് പുഴുങ്ങി, എന്നിട്ട് ആ വസ്ത്രം കറയൊക്കെ പോകണം, കുറെ സോപ്പും ചേർത്ത് സർഫും ചേർത്ത് അവസാനം പിന്നെ അദ്ദേഹം പാറയുടെ മേലെ വെച്ചിങ്ങനെ അടിക്കുകയാണ്. പക്ഷേ അതൊക്കെ കൂടി കഴിയുമ്പോഴേക്ക് ഈ വസ്ത്രം നല്ല വെള്ള വസ്ത്രമായി മാറി. ഇതുപോലെ ഈമാനുള്ളവർക്കുണ്ടാകുന്ന മുസീബത്തുകൾ അവരെ ശുദ്ധീകരിച്ചെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു തആല കൊടുക്കുന്നതായിരിക്കും എന്ന് കരുതി നമ്മൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് അല്ലാഹുവിനോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം, മുസീബത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. പടച്ചവനോട് യാചിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ യാചിക്കാനുള്ള അടിമകളാണ്, അവൻ തരാനുള്ള ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ എന്ത് തന്നാലും നമുക്ക് തൃപ്തിയാണ്. പക്ഷേ ഖൈറായത് പടച്ചവനോട് ചോദിക്കാൻ കൽപ്പനയാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, നിങ്ങൾ ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. അല്ലാഹു തആല അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ എല്ലാവരും ദുആയി ഒരുപോലെയല്ല. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മമുള്ളവരുടെ ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി, അതിൽ കുറെ മുസീബത്ത് പറ്റിയ ആളുകളുണ്ട്. അവരൊക്കെ റബ്ബിനോട് കൈ ഉയർത്തുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും, അള്ളാഹു ദുആക്ക് ഉത്തരം തരും. പ്രത്യേകിച്ചും ആളുകൾ ഒന്നിച്ച് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം കൊടുക്കും. ഒരാൾ ദുആർന്ന് മറ്റുള്ളവരൊക്കെ ആമീൻ പറഞ്ഞാൽ എല്ലാവരും അതിൽ പാർട്ട്ണർമാരാണ്, കൂറുകാരാണ്, എല്ലാവർക്കും പ്രതിഫലം കിട്ടും. അതുകൊണ്ട് കൂട്ടു പ്രാർത്ഥനകൾ വേണം, ഒറ്റക്കുള്ള പ്രാർത്ഥനകൾ വേണം. നമ്മൾ അള്ളാഹുവിൽ നിന്ന് മുസീബത്തുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഖുർആൻ ഓതുന്നത് വർദ്ധിപ്പിക്കണം, ദിക്ർ ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്ർ ധാരാളം ചൊല്ലണം. നബി തങ്ങൾ പറഞ്ഞില്ല 99 രോഗങ്ങൾക്ക് മരുന്നാണത്. അതിലേറ്റവും സിമ്പിളായ അതിലേറ്റവും സിമ്പിളായ രോഗം എന്ന് പറയുന്നത്, സിമ്പിളായ വിഷയം എന്ന് പറയുന്നത് അൽ ഹമ്മു, ടെൻഷനാണ്. ടെൻഷൻ നീങ്ങാനുള്ള മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്, അവൻ തരുന്ന കഴിവല്ലാതെ ആർക്കും ഒന്നുമില്ല എന്ന് പറയുന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. അതുപോലെ സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കണം, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കണം, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വർദ്ധിപ്പിക്കണം. പടച്ചവന്റെ ഖുർആൻ, അതേ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതേ അത് മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ രോഗത്തിനും എല്ലാറ്റിനും ശമനമാണ്. ഖുർആൻ ധാരാളമായി ഓതാൻ നോക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും സ്വർഗത്തിലേക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നവരായി നമ്മൾ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങളെ ഇനി നീ പരീക്ഷണം കൊണ്ട് ഞങ്ങളെ നീ ഇടം തട്ടിക്കരുത് റഹ്മാനെ. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തന്നതെല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഇനിയൊരു മുസീബത്ത് നീ തരാതെ ഞങ്ങളെ നാടുകളൊക്കെ നീ സംരക്ഷിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ മുസീബത്തിൽ ആരെല്ലാം ഞങ്ങളെ സമാധാനിപ്പിച്ചവരുണ്ടോ, ആരെല്ലാം സഹായിച്ചവരുണ്ടോ, ഇപ്പോഴും സഹായം നൽകിക്കൊണ്ടിരിക്കുന്നവരാരൊക്കെയുണ്ടോ, സംഘടിപ്പിക്കുന്നവരുണ്ടോ, അതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ വളണ്ടിയർമാരടക്കം ആര് ഞങ്ങളെ സമാധാനിപ്പിച്ചവരുണ്ടോ, മുസീബത്തുള്ള സ്ഥലത്ത് ജാതിയും മതവും നോക്കാതെ ആര് സഹായം ചെയ്തവരുണ്ടോ അവരെയൊക്കെ നീ
സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മരണപ്പെട്ടു പോയ സർവ്വ മുഅ്മിനീങ്ങളുടെയും പേരിൽ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോടെല്ലാം, പ്രത്യേകിച്ചും നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ നബി തങ്ങൾ പറഞ്ഞു അൽ മരീദു, രോഗി, ആ രോഗിയുടെ ദുആക്ക് ഉത്തരവുണ്ട്. ഏതുവരെ? രോഗം സുഖപ്പെടുന്നത് വരെ അവൻ്റെ ദുആക്ക് ഉത്തരവുണ്ട്. അതുപോലെ യാത്രക്കാരൻ, യാത്രയിൽ ഇപ്പം വിഷമല്ലേ, അതുകൊണ്ട് യാത്രക്കാരൻ യാത്ര തീരുന്നത് വരെ ദുആക്ക് ഉത്തരവുണ്ട്. അങ്ങനെ വിഷമിക്കുന്നവരുടെ ദുആ അന ഇൻദൽ മുൻകസിറതി ഖുലൂബുഹും, അല്ലാഹ് പറഞ്ഞില്ലേ മനസ്സ് പൊട്ടിയവരുടെ അടുക്കലാണ് ഞാൻ, മനസ്സ് വേദനിക്കുന്നവരുടെ അടുക്കലാണ് ഞാൻ, അവരുടെ ദുആക്ക് ഉത്തരവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുസീബത്ത് പറ്റിയ എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, എൻ്റെ കാരണവന്മാരോട്, ചെറുപ്പക്കാരോട്, എല്ലാവരോടും പറയട്ടെ, ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം, എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ലോകം മുഴുക്ക സമാധാനവും സന്തോഷവും ഐക്യവും ഉണ്ടാകാൻ ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. പ്രത്യേകിച്ചും ഈ പാവപ്പെട്ട ഞാൻ, എൻ്റെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ വന്നു പോയെങ്കിലും അതെൻ്റെ റബ്ബ് മാപ്പ് തരാൻ വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ റബ്ബ് എനിക്ക് ഈമാൻ സലാമത്താക്കി എന്നെ മരിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ച ഇൽമ്, ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച ഇൽമ്, നമ്മുടെ മുൻഗാമികളായ ഇമാമികൾ പഠിപ്പിച്ച ഇൽമ്, അത് ധാരാളം പഠിച്ച് അതനുസരിച്ച് മുഅ്മിനീങ്ങളുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയും, സേവനങ്ങൾ അള്ളാഹു ഖബൂൽ ചെയ്യാൻ വേണ്ടിയും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും സർവ്വ മക്കളെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളാക്കണം റഹ്മാനെ. അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.